കാണാനുള്ളത് ഗസ്റ്റാൾസ് ലോസ് ഓഫ് പെർസെപ്ഷൻ ആണ്. ഗസ്റ്റാൾ ലോസ് ഓഫ് പെർസെപ്ഷൻ ആൻഡ് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ, അതായത് ഇല്യൂഷൻ, എലൂസിനേഷൻ, ഇങ്ങനെ രണ്ട് എറേഴ്സ് ഇൻ പെർസെപ്ഷനിൽ വരുന്ന രണ്ട് എറേഴ്സ്. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വിൽ സീ ഗസ്റ്റാൾ ലോസ് ഓഫ് പെർസെപ്ഷൻ. എന്താണ് ഗസ്റ്റാൾ ലോസ് ഓഫ് പെർസെപ്ഷൻ? ഗസ്റ്റാൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജർമ്മൻ വേർഡാണ്. അതിന്റെ മീനിങ് വന്നത് ഷേപ്പ് അല്ലെങ്കിൽ ഫോം എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ ഗസ്റ്റാൾ ലോസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു കാര്യം പെർസീവ് ചെയ്യത്തില്ലേ, പെർസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിലാക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ലോസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആസ് പെർ ഗസ്റ്റാൾ ലോ ഓഫ് പെർസെപ്ഷൻ, ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഇറ്റ്സ് പാർട്സ്. ഓക്കെ, അതായത് പല ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടിയാലും നമ്മൾ എപ്പോഴും എന്തിനാണ് ശ്രമിക്കുന്നത്, ഒരു ഹോൾ ഇമേജ് ഉണ്ടാക്കാൻ, ഒരു മൊത്തമായ ഒരു ഇമേജ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മൊത്തമായ ഒരു മനസ്സിലാക്കലിനാണ് നമ്മൾ എന്താണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ദ ഗസ്റ്റൽ സൈക്കോളജിസ്റ്റ്, അതായത് ഒരാൾ ഉണ്ടാക്കിയ ലോ അല്ല ഇത്. മെയിൻ ആയിട്ട് 3 കീ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് ഇതിൽ നമ്മൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് മാക്സ് വെത്തിമിയർ, രണ്ടാമത്തെ ആള് വൂൾഫ്ഗാങ് കോളർ, ആൻഡ് തേർഡ് ഇസ് കർട്ട് കോഫ്ക. ഇവര് മൂന്നുമാണ് കീ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് ഈ ലോസ് ഉണ്ടാക്കുന്നതിൽ. ഓക്കെ, സോ ഈ ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഒരു ലോ ഓഫ് പെർസെപ്ഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The Gestalt psychologists propose several fundamental laws that explains how our brains perceive and organize visual information. അപ്പൊ നമുക്ക് കാണുന്ന ഒരു കൺമുമ്പിൽ വരുന്ന ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അത് റിസീവ് ചെയ്യുന്നതും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും എന്നതിനെ കുറിച്ചുള്ള ലോസ് ആണ് എന്ത് ഈ ഗസ്റ്റാൾ സൈക്കോളജിസ്റ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, these laws of perception describes the innate ways in which we group and interrupt sensory stimuli. അതായത് നമ്മൾ എങ്ങനെയാണ് ഈ നമുക്ക് കിട്ടുന്ന, നമ്മൾ പറഞ്ഞു എന്താണ് പെർസെപ്ഷൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, സെൻസറി ഇൻഫർമേഷൻസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന സെൻസറി ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ് ഈ ലോസ്. പിന്നെ എന്താണ്, understanding these principles can help educators design more effective visual aids and learning മെറ്റീരിയൽ. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞ ഗസ്റ്റാൾസ് ലോ എന്ന് പറയുന്നത് എന്താണ്, അതൊരു മെന്റൽ ഷോർട്ട് കട്ട് ഫോർ സോൾവിങ് പ്രോബ്ലംസ് ആണ്. നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കുന്നതാണ് എന്ത് ഗസ്റ്റാൾസ് ലോ യൂസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ലോസ് ഏതൊക്കെയാ നോക്കാം. ഒരു 6 ലോസ് ആണ് പറയുന്നത്. ഒന്ന് ലോ ഓഫ് പ്രഗ്നാൻസ് പറയുന്ന, അല്ലെങ്കിൽ പ്രാഗ്നസ് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയുടെ ലോ ആണ്. ഓക്കെ, ഇറ്റ്സ് അനദർ അതർവൈസ് നോൺ ആസ് ലോ ഓഫ് സിംപ്ലിസിറ്റി. പിന്നെ നെക്സ്റ്റ് വൺ ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. നെക്സ്റ്റ് വൺ ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂവേഷൻ, പിന്നെ എന്താണ് ലോ ഓഫ് ഫിഗർ ആൻഡ് ഗ്രൗണ്ട്. ഇങ്ങനെ 6 ലോസ് ആണ് ഗസ്റ്റാൾ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ഏതാണ്, ലോ ഓഫ് സിംപ്ലിസിറ്റി. ഓക്കെ, ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫിഗർ കണ്ടില്ലേ താഴെ, നമ്മൾ ഇതെന്താ 6 സർക്കിൾ ഉള്ളത്. പൊതുവെ നമ്മൾ ഒളിമ്പിക്സിന്റെ ചിഹ്നമായിട്ട് 6 ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും, 5 ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും, 5 സർക്കിൾസ് ഉണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒളിമ്പിക്സിന്റെ ഒരു ഇത് സിമ്പിൾ ആയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, ഇതൊരു കോംപ്ലക്സ് ഇമേജ്. ഇപ്പൊ നമ്മൾ അതിന്റെ ഔട്ടർ സർക്കിൾ മാത്രം, അല്ലെങ്കിൽ ഔട്ടർ ലൈൻസ് മാത്രം നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, 5 സർക്കിൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്തായി, ഇത്രയും കോംപ്ലക്സ് ആയിട്ടൊരു ഇമേജിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്, 5 സിമ്പിൾ സർക്കിൾസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്താണ്, അത് സിമ്പിൾ ആയിട്ട് കാണാനുള്ള ടെൻഡൻസിയാണ് കൂടുതലായിട്ട് ഉള്ളത്. അതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വി ടെൻഡ് ടു പെർസീവ് വിഷ്വൽ സ്റ്റിമുലൈ ഇൻ ദ സിംപ്ലസ്റ്റ് മോസ്റ്റ് ഓർഗനൈസ്ഡ് വേ പോസിബിൾ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാമോ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, വിഷ്വൽ ഇമേജസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ദിസ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് our brain automatically tries to find patterns, create symmetry and impose order on the information we receive from our senses. അതായത് ബ്രെയിൻ തന്നെത്താൻ എന്ത് ചെയ്യും, അതിൽ കുറച്ച് എന്തെങ്കിലും പാറ്റേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമെട്രിയോ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇമേജിനെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് ലോ we instinctively group and simplify elements to create the most coherent and meaningful interpretation of a visual scene. ഇപ്പം ഇത് നമ്മൾ സർക്കിൾ ആണെന്ന് പറയാൻ കാരണം എന്താ, സർക്കിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ സർക്കിൾ ആണ് നമ്മൾ മോസ്റ്റ് കോമൺ മോസ്റ്റ് യൂസ്ഡ് ആയിട്ട് കാണുന്ന ഷേപ്പ്.
അല്ലെ? അപ്പം ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എന്താണോ അതിനോട് ചേർത്താണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുക, ഈ ഒരു ഇമേജിനെ അല്ലെങ്കിൽ പുതിയ കാണുന്ന ഒരു ഇമേജിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഏറ്റവും സിമ്പിൾ ആക്കാൻ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദിസ് ഫണ്ടമെന്റൽ ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഹെൽപ്സ് എക്സ്പ്ലെയിൻ how we are able to quickly make sense of the complex and ever changing world around us. അപ്പം ഇത് നമുക്ക് എന്ത് പറഞ്ഞു തരും, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഈ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ സിറ്റുവേഷൻസും സറൗണ്ടിങ്സും ഉണ്ടല്ലോ, അതിനെ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. അതായത് ബ്രെയിൻ എന്താ ചെയ്യുന്നത്, ഏറ്റവും സിമ്പിൾ ഫോമിലോട്ട് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോമിലോട്ട് അതിനെ മാറ്റും. ഇപ്പം ഈ ഒരു കോംപ്ലക്സ് ഇമേജിനെ ബ്രെയിൻ എന്താക്കി മാറ്റി, 5 സർക്കിൾ ആക്കി മാറ്റി. അപ്പൊ എന്തായി, അത് ബ്രെയിനിൽ രജിസ്റ്റർ ആയി. അങ്ങനെയാണ് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. സോ അതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി.